കേരളത്തിൻ്റെ സൂര്യപുത്രിക്ക് ഇത് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. സുപ്രീം കോടതിയിൽ പോയാൽ പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അറസ്റ്റിനുള്ള അധികാരമുണ്ട് എന്ന് മാത്രമല്ല, ജാമ്യം കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള വകുപ്പുകൾ അതിനകത്ത് കിടപ്പുണ്ട്. CPM ശരിക്കും ഈ വിഷയത്തിൽ തുണി ഉരിഞ്ഞ് വിവസ്ത്രരായി അപകീർത്തിപ്പെട്ട് പരിഹസിക്കപ്പെട്ട് നിൽക്കുകയാണ്. അല്ല, CPMന് ഇനി ഒരു പിടിവള്ളിയും ഈ കാര്യത്തിലില്ല. ഉളുപ്പോ ലജ്ജയോ ഉള്ള ഒരച്ഛനാണ് ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത്. അയാൾ രാജിവെച്ച് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള SFIOയുടെ അന്വേഷണം തുടരും എന്ന വ്യക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും രാഷ്ട്രീയ നിരീക്ഷകനും അഡ്വക്കേറ്റുമായ KM ഷാജഹാൻ. നമസ്കാരം. ഇപ്പോൾ ഒരു സുപ്രധാനമായ ഒരു കോടതിയുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ വീണ വിജയൻ്റെ എക്സാലോജിക്ക് നൽകിയ ഒരു ഹർജിക്കെതിരെയാണ് ഇപ്പോൾ വീണ വിജയന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇത് വീണ വിജയന് എത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എത്രത്തോളം ഒരു തിരിച്ചടിയാണ് സമ്മാനിക്കാൻ പോകുന്നത്? എനിക്ക് ആദ്യമായി അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൻ്റെ സൂര്യപുത്രിക്ക് ഇത് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ CPM ഇപ്പോൾ ചെയ്യേണ്ടത്, കർണാടക ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള നാഗപ്രസന്ന എന്ന് പറഞ്ഞ ബൂർഷ്വ ജഡ്ജിയെ പ്രതീകാത്മകമായി കർണാടകത്തിൽ നിന്ന് എങ്ങനെയും നാട് കടത്താൻ കഴിയുമോ എന്നാണ് CPM ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2006 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് VK ബാലിയുടെയും JB കോശിയുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ വിധി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന VK ബാലിയെ അന്ന് SFIക്കാർ പ്രതീകാത്മകമായി നാട് കടത്തിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ ഇപ്പം വീണ വിജയൻ. അപ്പോൾ ആ വീണ വിജയനെതിരായിട്ടുള്ള ഹർജി തള്ളിയ ബൂർഷ്വ ജഡ്ജിയായിട്ടുള്ള നാഗപ്രസന്ന എന്ന് പറയുന്ന ജഡ്ജിയെ SFIക്കാരോ DYFIക്കാരോ കർണാടകത്തിൽ നിന്ന് പ്രതീകാത്മകമായി നാട് കടത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഹാസ്യാത്മകമായി എനിക്ക് ആദ്യമായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, കുറച്ച് നാളുകളായി വലിയ പ്രതിരോധത്തിലായിരുന്നു ഈ വീണ വിജയൻ എന്ന് പറഞ്ഞ എക്സാലോജിക്കിൻ്റെ 1% ഡയറക്ടർ. പിന്നെ അവർക്കെതിരെ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം 2021 മുതൽ തുടരുകയായിരുന്നു എന്നുള്ള വാർത്തയാണ് 2 ദിവസം മുമ്പ് പുറത്തു വന്നത്. 2021 മുതൽ. അപ്പോൾ അവർക്ക് പിന്നെ പിഴയടയ്ക്കണമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ടിരുന്നു. അത് പിന്നീട് പിഴ കുറച്ച് കൊടുത്തു. അവരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ മുന്നിൽ 1ലധികം തവണ അവർ ഹാജരായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ ആ അന്വേഷണം സംബന്ധിച്ചൊന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിന് അവർ വിളിപ്പിച്ച് അതിനെ മറുപടി കൊടുക്കുന്നു. അതിങ്ങനെ കൽപ്പാന്ത കാലത്തോളം ഇങ്ങനെ നീണ്ടുപോകുന്നു. കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും അതങ്ങ് അവസാനിക്കും. പക്ഷേ അവരുടെ ശരീരത്തിൽ കൊണ്ടത് എപ്പോഴാണ്? ശരീരത്തിൽ കൊണ്ടത് ROC അന്വേഷണത്തിന് പുറമേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പല്ലും നഖവുമുള്ള ഒരു അന്വേഷണം ജനുവരി 31 ഉത്തരവിട്ടപ്പോഴാണ് അവരുടെ ശരീരത്തിലത് പോകുന്നത്. കാരണം ആ സംവിധാനത്തിന്, ഞാൻ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, അറസ്റ്റിനുള്ള അധികാരമുണ്ട് എന്ന് മാത്രമല്ല, ജാമ്യം കിട്ടാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള വകുപ്പുകൾ അതിനകത്ത് കിടപ്പുണ്ട് ഈ SFIയുടെ. അപ്പോൾ 212AC എന്ന് പറഞ്ഞ അന്വേഷണം വന്നപ്പോഴാണ് അവർക്ക് ആകെപ്പാടെ പരിഭ്രാന്തയാവുകയും അവർ കർണാടക ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്താണ്? SFI അന്വേഷണ ഉത്തരവ് റദ്ദാക്കണം എന്നുമാണ് അവർ ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി അവർ ഇന്ത്യയിലെ പ്രഗത്ഭ അഭിഭാഷകരിൽ ഒരു 4ഓ 5ഓ സ്ഥാനത്ത് നിൽക്കുന്ന അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞിട്ടുള്ള മുന്തിയ അഭിഭാഷകനെയാണ് അവർ കൊണ്ടുവന്നത്. ആ അഭിഭാഷകൻ 5 മുതൽ 10 ലക്ഷം രൂപ വരെ ഒരു സിറ്റിങ്ങിന് കൊടുക്കും എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. എന്തായാലും ഇതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഈ കേസ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതോടുകൂടി കേരളത്തിലല്ല പല അഭിഭാഷകരും കോടീശ്വരന്മാരാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് ഇടയ്ക്കിട്ടൊന്ന് പറയാനുള്ളത്. കാരണം CS വൈദ്യനാഥൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ 3 പ്രാവശ്യം ഓൺലൈനിൽ KSIDCക്ക് വേണ്ടി ഹാജരായപ്പോൾ തന്നെ 75 ലക്ഷം രൂപ കിട്ടി. അടുത്ത 26-ാം തീയതി കൂടെ ആകുമ്പോഴത്തേക്കും 1 കോടി രൂപ ഈ കേസിൽ കിട്ടും.
അരവിന്ദ് ദത്താർക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഓൺലൈനിൽ ഹാജരായി പണം കിട്ടി. ഇനിയിപ്പോൾ സ്വാഭാവികമായി ഈ കേസെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുമല്ലോ. അപ്പോൾ അവിടെയും കിട്ടും. അപ്പോൾ കുറേ അഭിഭാഷകർ, കുറേ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ അരവിന്ദ് ദത്താർ പ്രധാനമായും വാദിച്ചത് ROCയുടെ അന്വേഷണം 2210 AC പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് സമാന്തരമായി SFIയുടെ 212 AC എന്ന് പറഞ്ഞ അന്വേഷണമായിട്ട് പോകാൻ പാടില്ല, സമാന്തര അന്വേഷണങ്ങൾ നടക്കുക. അതുകൊണ്ട് തന്നെ SFIയുടെ അന്വേഷണം റദ്ദാക്കിയിട്ട് ROCയുടെ അന്വേഷണം തുറന്നോട്ടെ, അത് തുടർന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ഇതായിരുന്നു വാദം. ഈ വാദം വന്നപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറലാണെന്ന് തോന്നുന്നു SFIക്ക് വേണ്ടി ഹാജരായിട്ട് വാദിച്ചിട്ട് പറഞ്ഞത്, SFIയുടെ 212 AC എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കി ഏതന്വേഷണവും, അത് ROCയുടെ അന്വേഷണം എന്നല്ല, വേറെ ഒരന്വേഷണവും നിലനിൽക്കില്ല, അതെല്ലാം ഇൻഫ്രക്ച്യൂസായി പോകും, കാലഹരണപ്പെട്ടു പോകും. അതുകൊണ്ട് SFIയുടെ അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ഞങ്ങൾ SFIക്ക് ഫയൽ കൊടുത്തു എന്നുള്ളതായിരുന്നു വാദം. അപ്പോൾ രണ്ടാമതൊരു വാദം പറഞ്ഞു. എന്താണ് ആ രണ്ടാമതൊരു വാദം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഭയങ്കര കുഴപ്പമുള്ള സാധനമാണ്, ഇതിന് ബെയിൽ കിട്ടില്ല, നോൺ ബെയിലബിളാണ്, UAPAക്ക് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാദിച്ചു. അപ്പോൾ ജഡ്ജി ചോദിച്ചു അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഉള്ള നീക്കങ്ങളൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞത് എന്താണ്, ഇത് 1.25 കോടി രൂപയുടെ ഒരു വിഷയം മാത്രമാണ്. ഈ 1.25 കോടി രൂപയുടെ വിഷയത്തിൽ ഇത്ര വലിയൊരു സംഘടനയുടെ, അപ്പോൾ ഈ 3 വാദങ്ങളാണ് കോടതിയിൽ അന്ന് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ കോടതിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഇതേതാണ്ട് തള്ളപ്പെട്ടു എന്നുള്ളത് ഉറപ്പായിരുന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴും ഞാൻ അതിൻ്റെ ഒരു സൂചന തന്നു. കാരണം കോടതി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് രേഖകൾ കൊടുത്താൽ എന്താ കുഴപ്പം എന്നോട് ചോദിച്ചു. അറസ്റ്റിനുള്ള നീക്കങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കുന്ന അന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നമുക്കിത് അറിയാമായിരുന്നു. പക്ഷേ ജഡ്ജ്മെൻറ്റ് റിസർവ്ഡ് ആയിരുന്നു. ആ ജഡ്ജ്മെൻറ്റിലാണ് നിർണായകമായിട്ട് ഇന്ന് കർണാടക ഹൈക്കോടതി SFIയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട്, അല്ലെ SFIയുടെ അന്വേഷണം റദ്ദാക്കണം എന്ന് പറയുന്ന ആ ഉത്തരവ്, അവരുടെ ആ ഹർജി തള്ളിയിരിക്കുന്നു. അപ്പോൾ ജഡ്ജ്മെൻറ്റ് നാളെ വരുള്ളൂ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം, അത് വേറെ കാര്യം. പക്ഷേ ഇന്നത്തെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ, SFIയുടെ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ള വീണ വിജയൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സ്വാഭാവികമായും തള്ളിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നടപടികൾ എന്താണ് എന്നാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ 2 നടപടികൾ ഇപ്പോൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നും ആവർത്തിക്കും അല്ല, ഞാൻ പറഞ്ഞ 3 നടപടികൾക്കാണ് ഇനി സാധ്യത. അതിൽ ഒന്നാമത്തെ നടപടി എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ, ഇന്നോ നാളെയോ നടന്നാലും അത്ഭുതമില്ല, നടന്നിരിക്കും. കാരണം ഹർജി തള്ളിയാൽ ആദ്യമായിട്ട് നടക്കാവുന്ന അതാണ്. 2, ഈ ചോദ്യം ചെയ്യലിൽ അവരാവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ റെയ്ഡ് നടത്താം, ഒരു തടസ്സവുമില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ഇപ്പം നടക്കാൻ പോവുകയാണ്. 1 ചോദ്യം ചെയ്യൽ, 2 റെയ്ഡ്. ആ റെയ്ഡ് എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിലാവാം, ആ റെയ്ഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിലാവാം, ആ റെയ്ഡ് AKG സെൻറ്ററിലാകാം. അത് രണ്ടും ഏത് നിമിഷവും നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറസ്റ്റിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം, അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ വീണ്ടും കോടതി പോകും. അപ്പോൾ കോടതിയുടെ ഒരു അനുമതി കൂടി നാളെ അറസ്റ്റിന് ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. എന്തായാലും ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 2ആണ്. 1 ചോദ്യം ചെയ്യൽ, 2 ചോദ്യം ചെയ്യലിൽ തൃപ്തികരമല്ലെങ്കിൽ റെയ്ഡ്. ഇത് 2ഉം നടക്കാൻ പോവുകയാണ്. അതാണ് ഈ വിധിന്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി CPM മുൻപ് ഉന്നയിച്ച പ്രസ്താവന ഇനി പിൻവലിക്കാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ, എന്തായിരിക്കും? അല്ല, CPMന് ഇനി ഒരു പിടിവള്ളിയും ഈ കാര്യത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. CPMന് ഇനി ഒരു വാദഗതികളും ഉന്നയിക്കാൻ കഴിയില്ല. CPM ആദ്യാവസാനം പറഞ്ഞിരുന്ന മുഴുവൻ വാദഗതികളും തള്ളപ്പെട്ടിരിക്കുന്നു. ഒരു ജുഡീഷ്യൽ ബോഡി അർത്ഥശങ്കക്കിടയില്ലാത്തത്, അൺസർട്ടൺ ടേംസ്, അൺഇക്വോക്കലായിട്ട് പറഞ്ഞിരിക്കുന്നു എന്താണ് അന്വേഷണം തുടങ്ങുന്നത്. സ്വാഭാവികമായും ഒരു കോടതി ഇത് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ എന്താണ് CPM പറഞ്ഞ് താഴോട്ട് കൊടുത്തത്? എന്താ CPM താഴോട്ട് കൊടുത്തിട്ട് പറഞ്ഞെന്താണ്? ഇത് ബാങ്കിൽ നിന്ന് ബാങ്കിലേക്കുള്ളതാണ്, 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇതാണ്, ഇതിന് CMRL എതിരില്ല, ഈ വാദങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് SFIയുടെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നാണ് പറയുന്നത്. അത് നിയമപരമാണ് എന്നൊരു ഹൈക്കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ CPMന് വാലും ചുരുട്ടി ഓടുക, മാളത്തിൽ ഒളിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല, ഒന്നും ഇനി ജനങ്ങളോട് പറയാൻ പറ്റില്ല.
ഉളുപ്പോ ലജ്ജയോ ഉള്ള ഒരച്ഛനാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതെങ്കിൽ അയാൾ രാജിവെച്ച് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അയാൾക്കത് രണ്ടും ഇല്ല എന്നുള്ളത് കൊണ്ടും അയാൾ രാജിവെക്കണമെന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ പ്രതിപക്ഷത്തിനും BJPക്കും ഇല്ല എന്നുള്ളത് കൊണ്ടും അയാൾ തൽക്കാലം തുടരും എന്ന് മാത്രമേ ഇപ്പോൾ പറയണം. ഓക്കെ. അതുകൂടാതെ ഇപ്പോൾ ഈ ഹർജി തള്ളിയ ഈ സാഹചര്യത്തിൽ CPM ഉന്നയിക്കുന്ന, അതായത് BJP അവരുടെ എതിരാളിയെ പോലെ കണ്ട് CPMനെതിരെയുള്ള ഒരു അറ്റാക്കാണ് എന്നുള്ളൊരു വാദം ഇതോടെ ഇല്ലാതെയാവുകയാണല്ലോ ചെയ്യുന്നത്. അല്ല, താൽക്കാലികമായി ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ആ വാദം ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും. കാരണം SFI അന്വേഷണം ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. ആ നിലപാട് അവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഒരു വിധിയും കൂടെ മേടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ CPMും BJPയും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അന്തിമമായി എന്തിനകത്ത് സംഭവിക്കുന്നുള്ള സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് അപ്രിഹെൻഷൻസ് ഉണ്ട്. ഈ കേസിൽ ഒരു സംശയവും വേണ്ട. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ലൈഫ് മിഷൻ പോലുള്ള അന്വേഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ അവർ ഗൗരവത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് ഒരു തർക്കവും നമുക്ക് ഇന്ന് പറയാൻ കഴിയും. ഓക്കെ. വീണ വിജയൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? താങ്കളൊരു അഭിഭാഷകനാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. വീണ വിജയൻ്റെ അഡ്വക്കേറ്റ്മാരുടെ അടുത്ത നീക്കം എന്തായി? അല്ല, അത് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. വീണ വിജയൻ സുപ്രീം കോടതി പോകും. അതിൽ യാതൊരു തർക്കമില്ല. കാരണം വെച്ചാൽ അതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഇത് വരാം, ചോദ്യം ചെയ്യൽ വരാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാം. ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു എതിർവിധി കിട്ടിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഒന്ന്. രണ്ട്, ഇവർ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളതും ഇവർക്കൊരു ഒരു നെഗറ്റീവാണ്. കാരണം നിങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്താണ്? ഇവരാരാണ്? ഇവർ മുഖ്യമന്ത്രിയുടെ മകളാണ്. മനസ്സിലായി? മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താ നിയമത്തെ നേരിടാൻ പ്രശ്നം എന്നുള്ള ഒരു കോമൺ സെൻസിക്കലായിട്ടുള്ള ഒരു ബോധ്യം ജഡ്ജിമാരുടെ തലയിൽ വരും. മനസ്സിലായി? രണ്ട്, ഇവർക്കെതിരായിട്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധിയും കിട്ടിയിരിക്കുകയാണ്. ആ വിധിയിൽ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കാനും ഇവർക്ക് കഴിയണം. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഇനി അവർക്ക് കൂടുതൽ പ്രതിരോധമാണ്. സുപ്രീം കോടതിയിൽ പോയാൽ പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി സുപ്രീം കോടതിയിൽ നിന്ന് കൂടി ഇവർക്കെതിരായിട്ടാണ് വിധി കിട്ടുന്നതെങ്കിൽ തീർന്നില്ലേ? പിന്നെ എവിടെ പോയി എന്ത് പറയാൻ പറ്റും? മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രതിസന്ധിയിലാണ് CPM വന്ന് പെട്ടിരിക്കുന്നത്. നിയമപരമായിട്ടും പ്രതിസന്ധിയിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ പ്രധാനം തങ്ങളുടെ അണികളോട്, ലക്ഷക്കണക്കിന് വരുന്ന തങ്ങളുടെ അണികളോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തു പറയുമെന്നുള്ളതാണ് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. CPM ശരിക്കും ഈ വിഷയത്തിൽ തുണി ഉരിഞ്ഞ് വിവസ്ത്രരായി അപകീർത്തിപ്പെട്ട് പരിഹസിക്കപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്ക്